കോറി ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം കാരണം ഏറ്റെടുത്ത നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. ജില്ലയിലെ കോറി ഉൽപ്പന്നങ്ങൾ അനിയന്ത്രിതമായ അന്യജില്ലകളിലേക്ക് കടത്തുമ്പോഴും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും CWSA ജില്ലാ സെക്രട്ടറി ബിജു ചാർലി കുറ്റപ്പെടുത്തി. അധികാര സ്ഥാപനങ്ങളെയും ജില്ലാ ഭരണകൂടത്തെയും വെല്ലുവിളിച്ചാണ് കോറി ഉൽപ്പന്നങ്ങൾക്ക് അനിയന്ത്രിതമായി വില വർദ്ധിപ്പിക്കുന്നത്. വില നിയന്ത്രിക്കാനായി കളക്ടർ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയ കോറി ഉടമകൾ അന്യജില്ലകളിലേക്ക് രാത്രികളിൽ ഉൽപ്പന്നങ്ങൾ കടത്തുകയാണ്. മറ്റു ജില്ലകളിലെ വിപണിയെ ലക്ഷ്യമിട്ട ജില്ലയിലെ കോറികളിൽ വൻതോതിൽ ചൂഷണം നടക്കുകയാണ്. ഇക്കാര്യങ്ങൾ ഭരണാധികാരികളെ അറിയിച്ചിട്ടും നടപടിയില്ല. പ്രകൃതി സംരക്ഷണത്തിന്റെ പേരിൽ കേരളത്തിലെ ഒട്ടുമുക്കാൽ കോറികൾ അടച്ചുപൂട്ടിയെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ വിശദീകരിക്കണം. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലെ കുറവും നിർമ്മാണങ്ങളെ ബാധിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ മേഖലയെ സർക്കാർ തന്നെ തകർക്കുന്ന സമീപനത്തിനെതിരെ ജനുവരി 28-ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നും ബിജു ചാർലി പറഞ്ഞു. കളക്ടറുടെ മുമ്പിൽ തന്നെ കളക്ടർ പ്രഖ്യാപിച്ചു അങ്ങനെ വില കൂട്ടാൻ പറ്റില്ല, 3 രൂപ കൂട്ടാനുള്ള ഒരു നിയമമാണ്, അനുമതിയാണ് കളക്ടർ കൊടുത്തത്. പക്ഷേ അവർ ദാർഷ്ട്യത്തോടു കൂടി അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേദിയിൽ വെച്ചിട്ട് അവർ ഇറങ്ങിപ്പോകുന്ന സമീപനമാണ്. അപ്പോൾ അവരവരുടെ സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ ഇതുപോലെ ഇത് നടത്തും, ബാക്കിയുള്ളവരിത് ഇപ്പം പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലാണ് സംഭവിച്ചത്. കാരണം ഇവിടുത്തെ ബോർഡർ ബേസ് ചെയ്തിട്ടുള്ള ക്രഷറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കൃത്യമായിട്ട് ഇവിടുന്ന് നമ്മുടെ ജില്ലയ്ക്ക് കിട്ടേണ്ട ഉൽപ്പന്നങ്ങളാണ്. അതിന് പരിഗണന കൊടുക്കാതെ നമ്മുടെ തെക്കൻ ഭാഗത്തു നിന്നുള്ള പെരുമ്പാവൂർ, എറണാകുളം, കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള ക്രഷർ മുതലാളിമാരുമാണ് ഇവിടെ വന്നിട്ട് ഈ ക്രഷറുകൾ ഏറ്റെടുത്തത്. അപ്പോൾ അവർ രാത്രി 12 മണി മുതൽ ശ്രദ്ധിച്ചാൽ അറിയാം, വലിയ ടോറസുകളിൽ ഇവിടുന്ന് ഈ എംസാൻ്റെ മെറ്റൽ അവിടെ കൊണ്ടുപോയി അവിടുന്ന് യാർഡുകളിൽ നിന്ന് വൻ വിലക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വില കുറഞ്ഞ ലെവലിലാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. 40 രൂപ ഇടുക്കി എന്നുള്ള ലെവലിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനം അവിടെ എത്തിയത് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടുന്നത് 82-85 രൂപയ്ക്കാണ്. അപ്പോൾ അവർക്കൊരു വൻ ലാഭം കിട്ടുന്ന ഒരു മേഖലയായിട്ട് ഇത് മാറ്റിയിരിക്കുക. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ഇവിടെ കിട്ടേണ്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേറെ വലിയ മാർക്കറ്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവർ പ്രത്യക്ഷത്തിൽ പറഞ്ഞു വെക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KH കുട്ടി, P കുട്ടൻ, രാജു, രാജാമണി, സുരേഷ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.